ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാർട്ട് 3 ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ലെസൺ 1 യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ലെസണിലെ കുറച്ച് ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പാർട്ടും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ലെസൺ കംപ്ലീറ്റ് ആവുകയാണ്. ഇതുവരെയുള്ള ടോപ്പിക്കുകൾ എക്സ്പ്ലനേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റിനൈൻസസ് ഇൻ സയൻസ് എന്ന ടോപ്പിക് മുതലാണ്. അപ്പോൾ നമുക്ക് റിനൈൻസസ് ഇൻ സയൻസ് നോക്കാം. എന്താണ് റിനൈൻസസ് എന്ന് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നവോത്ഥാനം എന്ന ശാസ്ത്രത്തിൽ എന്നാണ് നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. റിനൈൻസസ് എന്ന് എന്താണെന്നൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യു ഹാവ് ലേൺഡ് ദാറ്റ് ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് ഓൾ പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് ദ എർത്ത് റിവോൾവ് അറൗണ്ട് ഇറ്റ് ഹാവിങ് എ. പിന്നെ നമുക്കിനി ശാസ്ത്ര രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നവോത്ഥാനത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ സണ്ണാണെന്നും എർത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റും കറങ്ങുകയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ. ബട്ട് ഫോർമലി ഇറ്റ് വാസ് ബിലീവ്ഡ് ദ എർത്ത് വാസ് എ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് ഇൻ ദ റിനൈൻസസ് പീരിയഡ്. ദിസ് ബിലീവ് വാസ് പ്രൂവ്ഡ് ഫോൾസ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? എന്നാൽ ആദ്യത്തെ കാലത്ത് അഥവാ ആദ്യ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെ കേന്ദ്രം ഭൂമിയാണെന്നാണ് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് റിനൈൻസസ് പീരീഡ്. അപ്പോൾ ഈ വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചു. ആരാണ് തെളിയിച്ചത്? കോപ്പർനിക്കസ് പ്രൊപ്പോണ്ടഡ് ദ theory of solar system and announced that the earth revolved around the sun. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കോപ്പർനിക്കസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് തെറ്റാണെന്ന് തെളിയിച്ചത്. എങ്ങനെയാണ്? സോളാർ സിസ്റ്റം എന്ന തിയറി കൊണ്ടുവരികയും അദ്ദേഹം എന്താണ് പറഞ്ഞത്? സണ്ണിന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഭൂമിയല്ല പ്രപഞ്ചത്തെ കേന്ദ്രമാക്കുന്നത്. സോളാർ സിസ്റ്റത്തിൽ സണ്ണാണ് കേന്ദ്രമാക്കുന്നത്. ആ സണ്ണിന് ചുറ്റുമാണ് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കോപ്പർനിക്കസ് എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ചു. കോപ്പർനിക്കസ് എന്ത് തിയറിയാണ് കൊണ്ടുവന്നത്? സോളാർ സിസ്റ്റം എന്ന് പറയുന്ന തിയറിയാണ് കൊണ്ടുവന്നത്. ലേറ്റർ ഗലീലിയോ ഗലീലി ഇൻവെന്റഡ് ദ ടെലിസ്കോപ്പ് ആൻഡ് യൂസിങ് ഇറ്റ് ഈസ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ദ തിയറി ബൈ കോപ്പർനിക്കസ് വാസ് ട്രൂ. അപ്പോൾ പിന്നീട് ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു. അവിടെ തന്നിരിക്കുന്ന ഒരു പിക്ചർ ഉണ്ട് ടെലിസ്കോപ്പിൻ്റെ. അത് ആരാണ് കണ്ടുപിടിച്ചത്? ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാൾ സയൻറ്റിഫിക്കലി കോപ്പർനിക്കസ് എന്ന് പറഞ്ഞ ആശയം അഥവാ അയാൾ പറഞ്ഞിട്ടുള്ള തിയറി ശരിയാണെന്ന് അയാൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സയൻറ്റിഫിക്കായിട്ട്. ഇറ്റ് ബിക്കെയിം ഈസിയർ ടു പ്രൊപ്പഗേറ്റ് ദ റിനൈൻസസ് ഐഡിയാസ് വൈഡ്ലി അമംഗ് ദ മാസസ് വിത്ത് ദ ഇൻവെൻഷൻസ് ഓഫ് പ്രിന്റിംഗ് ബൈ ഗുട്ടൻബർഗ്. ജോനാസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. ആ പ്രിന്റിംഗ് പ്രസിൻ്റെ കണ്ടുപിടുത്തത്തോടെ കോപ്പർനിക്കസിൻ്റെ തിയറിയും ഗലീലിയോ ഗലീലിനെ തെളിയിച്ചതുമെല്ലാം ഒരുപാട് പേരിലേക്ക് എത്തിച്ചു. പ്രിന്റിംഗ് പ്രസ്സിലൂടെ അച്ചടിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ പിക്ചറും പിന്നെ അയാൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രിന്റിംഗ് പ്രസ് അഥവാ അച്ചടി യന്ത്രത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു ബോക്സ് ഉണ്ട്. ദ സ്റ്റോറി ഓഫ് പ്രിന്റിംഗ് അച്ചടിയുടെ കഥ. ദ പ്രിന്റിംഗ് press was invented by the German blacksmith Johannes Gutenberg in 1439. It was made by replacing wooden alphabets. The invention of printing created a new reading culture. This result is revolutionary changes in the diffusion of knowledge. Gradually, the technology spread to other continents. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ജർമ്മനായിട്ടുള്ള ജോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. ഏതു വർഷമാണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്? 1439 വർഷമാണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്. ഇത് ഇളക്കി മാറ്റാൻ കഴിയുന്ന തടി കൊണ്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ അച്ചടി യന്ത്രങ്ങളെ കണ്ടുപിടുത്തം ഒരു വായനാ സംസ്കാരം ഉടലെടുത്തു. അപ്പോൾ ഇത് കണ്ടുപിടിച്ചൊരു വലിയൊരു വായനാ സംസ്കാരം ഉടലെടുത്തു. ഇത് അറിവ് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ കാരണമായി. അപ്പോൾ ഈ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതോടെ കുറേ അധികം ആളുകളിലേക്ക് എല്ലാതും അറിയാൻ തുടങ്ങി. പിന്നെ ഈ സംഖ്യത്തിൽ വിദ്യ മറ്റുള്ള കോണ്ടിനെൻസിലും സ്പ്രെഡ് ചെയ്തു. അപ്പോൾ മറ്റുള്ള കോണ്ടിനെൻസിലും ഈ വാർത്തകളെല്ലാം ഇവിടെ നടക്കുന്ന വാർത്തകളെല്ലാം മറ്റുള്ള കോണ്ടിനെൻസിലും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ അതിൻ്റെ സൈഡിൽ എന്താ പ്രിന്റിംഗ് പ്രസ്സിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ദ റിഫോർമേഷൻ, മതനവീകരണം. The Renaissance had a say in the religion sphere also. The refinement unwent by the European Christianity in 16th century is known as the Reformation. Martin Luther led this movement which began in Germany. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? മതനവീകരണം. അപ്പോൾ നവോത്ഥാന ആശയങ്ങൾ അഥവാ റിനൈസൻസ് പീരീഡിൽ എന്തുണ്ടായി? മതരംഗത്തും സ്വാധീനം ചെലുത്തു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭ അഥവാ ക്രിസ്ത്യാനിറ്റി ഉണ്ടായ പരിഷ്കരങ്ങളെ മതനവീകരണം അഥവാ റീഫോർമേഷൻ. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി സഭയിൽ ഉണ്ടായ പരിഷ്കരണത്തെയാണ് റീഫോർമേഷൻ അഥവാ മതനവീകരണം എന്നറിയപ്പെടുന്നത്. എവിടെയാണ് ആദ്യം ആരംഭിച്ചത്? ജർമ്മനിയിലാണ് ഇത് ആദ്യം ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ മാർട്ടിൻ ലൂതറിന്റെ പിക്ചർ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോയിൽ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? റിനൈസൻസ് ഇൻ സയൻസ് ആൻഡ് ദ റീഫോർമേഷൻ എന്ന് പറയുന്ന 2 ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ്, സമുദ്രമാർഗങ്ങൾ തേടി. We have seen that the Turks had conquered Constantinople. This dismantled the trade relation between Europe and Asia. It necessitated the European traders to discover new sea routes to Asia. The invention of the compass and the spirit of adventure uncovered unknown routes, oceans and continents. അപ്പം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചതൊക്കെ നാം മനസ്സിലാക്കിയത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതൊക്കെ. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തേടി അഥവാ അത് തടഞ്ഞു. ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതയാക്കി. അപ്പോൾ ഏഷ്യയിലേക്ക് ഇതൊന്നും വ്യാപാര ബന്ധങ്ങളൊക്കെ തടഞ്ഞു. അപ്പോൾ യൂറോപ്യൻകാർക്ക് വേറൊരു വാണിജ്യ മാർഗം കണ്ടെത്താൻ അവർക്ക് നിർബന്ധമായി. അപ്പോൾ വടക്ക് നോക്കി യന്ത്രം അഥവാ കോമ്പസ്, സാഹസിക സഞ്ചാരത്തിനുള്ള താല്പര്യവും പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യർ പരിചിതമാക്കി. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞത്? വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ തടഞ്ഞു. അപ്പോൾ യൂറോപ്പുകാർക്ക് വേറെ ഒരു വാണിജ്യ നിർബന്ധമായി, വാണിജ്യം വേറെ തിരഞ്ഞെടുക്കാൻ നിർബന്ധമായി. അപ്പോൾ കോമ്പസിൻ്റെ കണ്ടുപിടുത്തത്തിനും സാഹസിക സഞ്ചാരത്തിനുള്ള താല്പര്യം പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യരെ പരിചിതമാക്കി. നെക്സ്റ്റ് ടോപ്പിക് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം. The Renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. Consequently, production increased while the cost of production decreased. Such changes in the field of production ushered in the Industrial Revolution. It began in England and revolutionized production and trade. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? വ്യവസായ വിപ്ലവം നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്ത് അത്ഭുതമുണ്ടാക്കിയ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ശാസ്ത്രം വളർന്നതോടുകൂടി പുതിയ യന്ത്രങ്ങൾ അഥവാ പുതിയ മെഷീനുകൾ കൂടുതലായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഉൽപാദന രംഗം വലിയ മാറ്റം കൊണ്ടുവന്നു. ഇത് ഉൽപാദന 10 മടങ്ങ് വർദ്ധിക്കുകയും ഉൽപാദന ചെലവ് കുറയുകയും ഈടാക്കി. അപ്പോൾ ഇതുകൊണ്ട് വളരെയധികം ഉൽപാദനം വർദ്ധിക്കുകയും ഉൽപാദനത്തിൻ്റെ ചെലവ് കുറയുന്നതും ഈടാക്കി. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾക്ക് പറയുന്നത്? വ്യവസായ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വ്യവസായ വിപ്ലവം എവിടെയാണ് തുടങ്ങിയത്? ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായി ഉണ്ടായ കണ്ടുപിടുത്തത്തിൻ്റെ ഒന്നാമത്തെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സ്പിന്നിങ് ജെന്നി, സെക്കൻഡ് വൺ സ്റ്റീം എൻജിൻ. ഇപ്പോൾ സ്പിന്നിങ് ജെന്നി വസ്ത്രനിർമ്മാണം, വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത് സ്പിന്നിങ് ജെന്നിയിലൂടെയാണ്. സെക്കൻഡ് വൺ സ്റ്റീം എൻജിൻ, അതായത് ട്രാൻസ്പോർട്ടേഷൻ. ബാക്കിയുള്ള ഇൻവെൻഷനുകളാണ് ഇൻവെൻഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ജോൺ കെ. സ്പിന്നിങ് ജെന്നി നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, വസ്ത്രനിർമ്മാണം. ജെയിംസ് ഹാർഗസ്റ്റ്.
സ്റ്റീം എൻജിൻ ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ്. എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് പഠിക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാഠം അവസാനിച്ചിട്ടുണ്ട്. ഇനി സമ്മറി, ലേറ്റസ്റ്റ് ആസസ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മുമ്പ് നമുക്ക് എന്താ ഇന്ന് എന്തൊക്കെയാണ് എടുത്തത്? റിനൈസൻസ് ഇൻ സയൻസ്, പിന്നെന്താ റീഫോർമേഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് എടുത്ത് അതിൻ്റെ ഒക്കെ നോട്ട്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നമുക്കൊന്ന് നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ റീഫോർമേഷൻ. എന്താ റീഫോർമേഷനെ കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട് എഴുതാനാണ്. The reformation underwent by the European Christianity in 6th century is known as the Reformation. Reformation was started in Germany. Martin Luther was the leader of the movement. Next question. Why European traders to discover new sea routes to Asia? When Turk had conquered Constantinople, they would not allow the European merchants to pass through the countries under their control. This stopped the trade relation between Europe and Asia. The inventions of marine compass, gunpowder, and preparation of improved maps and other navigation instruments also helped the sailors and explorers their sea voyage. Next question. What you mean by Industrial Revolution? During the second half of 18th century and first half of 9th century, great changes took place in the method organization of production that is the field of industry. These changes taken together many be termed Industrial Revolution. The invention of new machines brought immense changes in the field of production. Production increased while the cost of production decreased. Such changes in the field of production improved in the Industrial Revolution. It began in England. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഒരു ബോക്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവെൻഷൻ ഡ്യൂറിങ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയൻറ്റിസ്റ്റ്. അപ്പോൾ ആ ബോക്സ് ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ, ആ ബോക്സ് കൂട്ടുകാർ നോട്ടിലേക്ക് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആസസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മാത്സ് ഫോളോയിങ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ദ മൊണാലിസ, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, ദ സ്കൂൾ ഓഫ് അത്തൻസ്, ഗറ്റമേറ്റ. അപ്പോൾ ഇതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ആരാന്ന് അത് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഇൻകറക്റ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് കറക്റ്റ് ആക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ സമ്മറി നോക്കാം. The Renaissance began in Italy. Humanism was the most prominent characteristic feature of the Renaissance. The Renaissance had tremendous influence on literature, art, science, and religion. New sea routes were discovered as the result of the European reached different continents. The Industrial Revolution brought about changes in the field of production. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ലെസൺ, അതായത് യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ലെസൺ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ പഠിച്ചു? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ലൊക്കേറ്റ് ചെയ്തത് എവിടെയാണ് അതൊക്കെ പഠിച്ചു. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് അങ്ങനത്തെ ഒക്കെ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? റിനൈൻസസ് എന്താണെന്ന് അത് പഠിച്ചു. പിന്നെ എന്താ ഫാദർ ഓഫ് റിനൈൻസസ്. പിന്നെ അങ്ങനെ കുറേ സയൻറ്റിസ്റ്റുകളുടെ പേര് പഠിച്ചു. പിന്നെ അവരുടെ വർക്ക് പഠിച്ചു. പിന്നെ ആർട്ടിസ്റ്റുകൾ, പിന്നെ എന്താ സ്കൾപ്ചർ, പെയിൻറ്റിങ്, അങ്ങനെ കുറേ ആൾക്കാരെ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചു? റിഫോർമേഷൻ, പിന്നെന്താ റിനൈസൻസ് ഇൻ സയൻസ്, അങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ സയൻറ്റിസ്റ്റുകാരും അവരുടെ വർക്കും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ റിനൈസൻസ് എന്താ, റിനൈസൻസ് സയൻസ് എന്താ, ആർട്ട് എന്താ, ലിറ്ററേച്ചർ എന്താ, പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താ, റീഫോർമേഷൻ എന്താ, പിന്നെ റീഫോർമേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നന്നായിട്ട് സയൻറ്റിസ്റ്റുകാരുടെ വർക്കും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫീച്ചേഴ്സ് കോൺസ്റ്റാന്റിനോപ്പിൾ, പിന്നെ ഫാദർ ആരാ, ഫാദർ ഓഫ് റിനൈസൻസിൻ്റെ ആരാണ്? പെട്രാക്ക്. പിന്നെ ഹ്യൂമാനിസം, പിന്നെന്താ ക്യാരക്ടർ ഫീച്ചർ ഓഫ് റിനൈസൻസ് ഏതാ? ഹ്യൂമാനിസം. അപ്പോൾ അത് അങ്ങനെ കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ സയൻറ്റിസ്റ്റുകാരുടെ വർക്കും അതൊക്കെ എന്തായാലും പഠിക്കണം. അതൊക്കെ മിക്കവാറും എക്സാമിന് ഉണ്ടാകാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലെസൺ 1 യൂറോപ്യൻ ട്രാൻസിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സെക്കൻഡ് ലെസൺ അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.